എല്ലാവർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആഹാര ശൃംഖലാജാലം കണ്ടു. അതിൽ നിന്ന് ആഹാര ശൃംഖലകൾ കണ്ടെത്തി എഴുതി. ഏതൊരു ആഹാര ശൃംഖലയുടെയും ആദ്യത്തെ കണ്ണി സസ്യവും അവസാനത്തേത് ഒരു മാംസബുക്കുമായിരിക്കും എന്നും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. ഇനി ഏതൊക്കെ ഘടകങ്ങളാണ് ആഹാരം നിർമ്മിക്കാനായിട്ട് സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടതാണല്ലേ. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം, ലവണങ്ങൾ, ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഹരിതകം എന്ന വർണ്ണവസ്തു അല്ലേ. അപ്പം ഈ ഹരിതകം എന്നാൽ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന ഒരു വർണ്ണകമാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ചിത്രം നോക്കിയേ. സസ്യത്തിനുള്ളിലേക്ക് എത്തുന്നത് എന്തൊക്കെയാണ്? സസ്യത്തിനുള്ളിലേക്ക് വരച്ചിരിക്കുന്ന ആരോ മാർക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് സസ്യങ്ങൾ അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നത് എന്ന്. നോക്കാം. സൂര്യപ്രകാശത്തിൻ്റെ ആരോ മാർക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇലകളിലേക്കാണ്. എന്താണ് കാരണം? സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ സൂര്യപ്രകാശം ലഭിക്കുന്നത് ഏത് ഭാഗം വഴിയാണ്? ഇലകൾ വഴി. അടുത്തതായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വേണം അല്ലേ. പിന്നെ വേരുകൾ വഴി ജലവും ലവണങ്ങളും ലഭിക്കണം. ഇവയൊക്കെ ഉപയോഗിച്ചാണ് സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്നത്. ഒപ്പം ഒരാളുടെ സഹായം കൂടി വേണമെന്ന് നമ്മൾ പറഞ്ഞു. ഇലകളിലെ വർണ്ണകമായ, അതായത് ഇലകൾക്ക് പച്ചനിറം നൽകുന്ന ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായം കൂടി വേണം. ചിത്രത്തിൽ ഒരു ആരോ മാർക്ക് പുറത്തേക്ക് കാണിച്ചിട്ടുണ്ടല്ലേ. എന്താണത്? ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ, അതായത് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന സമയത്ത് സസ്യങ്ങൾ ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ഈ ഓക്സിജനാണ് നമ്മളും മറ്റു ജീവജാലങ്ങളും എല്ലാം ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, അന്തരീക്ഷത്തിൽ അല്ലാതെയും ഓക്സിജൻ ഉണ്ട്, നമുക്കറിയാം. ഓക്കെ, അതുപോലെ നമ്മൾ ശ്വസിക്കാനായിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ശ്വസിക്കുമ്പോൾ എന്താ പുറത്തുവിടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. അതെന്താ ചെയ്യുക? ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ചെടികൾ വലിച്ചെടുത്ത് ആഹാരം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനെ സസ്യങ്ങളും മറ്റു ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇനി സസ്യങ്ങൾ ഇങ്ങനെ ഭക്ഷണം നിർമ്മിക്കുന്ന പ്രവർത്തനത്തിനെ പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നല്ലപോലെ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഊർജം ലഭിക്കാൻ എന്നൊരു ഭാഗമാണ്. ഈ ഒരു ചിത്രം നോക്കി. ഇലകളിലൂടെയാണ് സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെടികളിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് അവയ്ക്ക് മാക്സിമം സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിലാണ്. സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇലകളുടെ ക്രമീകരണത്തെ പ്രധാനമായും 3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് ഒരു എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. ആദ്യത്തേത് ചെമ്പരത്തിയുടെ ഇലകളെ നോക്കുക. ഓക്കെ, ചെമ്പരത്തി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ചെടിയാണ്. അതിൻ്റെ തണ്ടിൻ്റെ 2 ഭാഗത്ത് നിന്ന് ഇടവിട്ടാണ് ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം നമ്മളൊരു തണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഇല ഉണ്ട്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നീങ്ങിയിട്ടാണ് അടുത്ത ഇല അടുത്ത സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്രമീകരണത്തെ പറയുന്ന പേരാണ് ഏകാന്തര വിന്യാസം. ഇതേപോലെ ഇലകൾ ക്രമീകരിച്ചിട്ടുള്ള മറ്റ് ചെടികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സൂര്യകാന്തി, പച്ചമുളക്, റോസ് എന്നിവയിലൊക്കെ ഇത്തരം ഇലയുടെ ക്രമീകരണങ്ങൾ കാണാനായിട്ട് സാധിക്കും. അടുത്തതാണ് തുളസി പോലുള്ളത്. ഈ തുളസിയുടെ ചെടി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് അതിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ഒരു തണ്ടിൻ്റെ ഒരു പൊസിഷനിൽ തന്നെ വിപരീത ദിശകളിലേക്ക് ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നു. എതിർവിന്യാസം എന്നാണ് ഈ ക്രമീകരണത്തെ പറയുന്നത്. ഉദാഹരണമായിട്ട് പേര, തുമ്പ, പുതിനച്ചെടി ഇവയ്ക്കൊക്കെ എതിർവിന്യാസമാണ് ഉള്ളത്. അടുത്ത ഒരു ക്രമീകരണ രീതി നോക്കാം. തണ്ടിൻ്റെ ഒരു പൊസിഷനിൽ അതിൻ്റെ തന്നെ ആ ഒരു ചുറ്റുഭാഗത്തു നിന്നും ഒരുപാട് ഇലകൾ വളർന്നു നിൽക്കുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് കാണിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏഴിലം പാല പോലെയുള്ള ചെടികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രമീകരണ രീതിക്ക് സർപ്പിള വിന്യാസം എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് കൈതച്ചക്ക, അരളി ഇവയൊക്കെ പറയാം. അടുത്തതായിട്ട്
നമുക്ക് ചുറ്റുമുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ചെമ്പരത്തി പോലുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ് മന്ദാരം, മാവ്, പച്ചമുളക് ഇവയൊക്കെ. അതുപോലെ തുളസി പോലുള്ളവയ്ക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം തെച്ചി, പേര. അതുപോലെ ഏഴിലമ്പാല പോലുള്ളവ ഉദാഹരണമായിട്ട് നമുക്ക് അരളി പറയാം. അടുത്തതായിട്ട് ഇലപ്പച്ചയ്ക്ക് പിന്നിൽ എന്നൊരു ഭാഗമാണ്. നമുക്ക് ചെയ്തു നോക്കാവുന്ന ഒരു ചെറിയ പരീക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലോട്ടിംഗ് പേപ്പർ കയ്യിലുള്ളവരാണെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, ഒരു വൈറ്റ് പേപ്പർ എടുത്താലും മതി. ഇനി വേണ്ടത് പല നിറങ്ങളിലുള്ള ഇലകളാണ്. പൊതുവേ ഇലകൾക്ക് പച്ച നിറമാണ് എങ്കിലും മറ്റ് നിറങ്ങളിലും ഇലകൾ നമ്മൾ കാണാറുണ്ടല്ലേ. ഉദാഹരണമായിട്ട് ചീരയുടെ ഇല ചുവപ്പ് നിറമാണ്, കണ്ടിട്ടില്ലേ? പലതരത്തിലുള്ള കുറച്ച് ഇലകൾ ഇതുപോലെ നമുക്ക് എടുക്കാം. എന്നിട്ട് എടുത്തു വെച്ചിട്ടുള്ള പേപ്പറിൽ ചെറുതായിട്ടൊന്ന് ഉരച്ച് നോക്കണം. അപ്പോൾ കിട്ടുന്ന അതായത് പേപ്പറിൽ കിട്ടുന്ന നിറങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളോട് ഈ പട്ടികയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സസ്യം ഏതാണ്, അതിൻ്റെ നിറം എന്താണ്, ഇനി പേപ്പറിൽ ഉരച്ചതിന് ശേഷം പേപ്പറിൽ കണ്ട നിറം എന്താണ്, ഇത് മൂന്നുമാണ് നമുക്ക് രേഖപ്പെടുത്തേണ്ടത്. ആദ്യം നമ്മൾ എടുക്കുന്നത് ചീരയിലയാണ്. ചീരയിലയുടെ നിറം ചുവപ്പാണ്. ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരയ്ക്കുമ്പോൾ കാണുന്നത് പല നിറങ്ങളാണ്. അടുത്തത് തുളസിയാണ്. അതിൻ്റെ നിറം പച്ചയാണ്. ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചാലും പച്ച നിറം തന്നെയാണ് കാണുന്നത്. അടുത്തത് പേര. ഇലയുടെ നിറം പച്ച, ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരയ്ക്കുമ്പോഴും പച്ച നിറം തന്നെയാണ് കാണുന്നത്. ഇനി നമുക്ക് മൈലാഞ്ചി, നമ്മൾ ഹെന്ന എന്ന് പറയില്ലേ, ഈ മൈലാഞ്ചിയുടെ ഇല എടുക്കാം. കാണുമ്പോൾ അത് പച്ച നിറമാണ്. എന്നാൽ ബ്ലോട്ടിംഗ് പേപ്പറിൽ അല്ലെങ്കിൽ വെള്ള പേപ്പറിൽ ഉരയ്ക്കുമ്പോൾ കാണുന്നത് ഒരു ബ്രൗൺ കളർ, ഒരു തവിട്ട് നിറമാണ് കാണുന്നത്. അപ്പോൾ ഹരിതകത്തിൻ്റെ സാന്നിധ്യമാണ് ഇലകളിലെ പച്ച നിറത്തിന് കാരണമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പച്ച നിറം മാത്രമല്ലല്ലോ കണ്ടത്, മറ്റു നിറങ്ങളും കണ്ടു അല്ലേ? എന്തൊക്കെയാണ് പല നിറങ്ങൾ കണ്ടു? ചീരയുടെ ഇലയ്ക്ക്, അതുപോലെ ഈ ഹെന്നയുടെ ഇല അല്ലെങ്കിൽ മൈലാഞ്ചി ഇല ഉരച്ചപ്പോൾ നമ്മളൊരു ബ്രൗൺ ഷെയ്ഡാണ് കണ്ടത്. അപ്പോൾ എന്ത് വർണ്ണകത്തിൻ്റെ സാന്നിധ്യമായിരിക്കും ഇവയ്ക്ക് കാരണമായിട്ടുണ്ടാവുക? അത് നമുക്ക് നോക്കാം. ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണകം ആന്തോസയാനിൻ ആണ്. ഓറഞ്ച് നിറത്തിനുള്ള കാരണം കരോട്ടിൻ എന്ന വർണ്ണകമാണ്. അതുപോലെ മഞ്ഞ നിറത്തിന് കാരണം സാന്തോഫിൽ എന്ന വർണ്ണകത്തിൻ്റെ സാന്നിധ്യമാണ്. ഇലകളിൽ മാത്രമാണോ ഇങ്ങനെ പല നിറങ്ങളുള്ളത്? അല്ല അല്ലേ. നമ്മൾ ക്യാരറ്റ് കണ്ടിട്ടുണ്ട്. ഈ ക്യാരറ്റിൻ്റെ നിറം എന്താ? ഓറഞ്ചാണ്. ഈ ഓറഞ്ച് നിറത്തിന് കാരണം അപ്പം എന്തായിരിക്കും? ഇപ്പം മനസ്സിലായോ? കരോട്ടിൻ എന്ന ആ വർണ്ണകത്തിൻ്റെ സാന്നിധ്യം, ബീറ്റാ കരോട്ടിൻ്റെ സാന്നിധ്യമാണ് ഓറഞ്ച് നിറം ക്യാരറ്റിന് നൽകുന്നത്. വാതകവിനിമയം സസ്യങ്ങളിൽ എന്നതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി സസ്യങ്ങളും ശ്വസിക്കുന്നില്ലേ? സസ്യങ്ങളിലും ശ്വസന പ്രക്രിയ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഏത് വാതകമായിരിക്കും സസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുക? മറ്റു ജീവികളെ പോലെ തന്നെ അവർക്കും ശ്വസിക്കാൻ ഓക്സിജൻ തന്നെയാണ് വേണ്ടത്. നമ്മളും ഓക്സിജൻ തന്നെയല്ലേ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ സസ്യങ്ങൾക്കും ഓക്സിജൻ തന്നെയാണ് ശ്വസിക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമാണോ അന്തരീക്ഷ വായുവിലുള്ളത്? അല്ല അല്ലേ. അത് കാണിക്കുന്ന ഒരു ചിത്രം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അന്തരീക്ഷ വായുവിലുള്ള വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജൻ. ഇനി രണ്ടാമത് കൂടുതലുള്ള വാതകം ഏതാണ്? ഓക്സിജൻ. സസ്യങ്ങളും ജന്തുക്കളും ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ. ഇനി ജീവികൾ ശ്വസിക്കുന്നത് എന്തിനാണ്? ഊർജം ലഭിക്കാൻ. ഇനി മറ്റുള്ള വാതകങ്ങൾ, നമ്മൾ നൈട്രജനെ കണ്ടു. ഇനി എന്താ ഉള്ളത്? ആർഗൺ എന്നൊരു വാതകം ഉണ്ടല്ലേ. പിന്നെ എന്താണ്? മറ്റുള്ളവ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം മറ്റു പല വാതകങ്ങളും കൂടി ചേർന്നിട്ടുള്ളൊരു ഭാഗമാണ് അത്. ഇനി ജീവികൾ ശ്വസിക്കുന്നത് ഊർജം ലഭിക്കാനാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സസ്യങ്ങൾക്കും ഊർജം ആവശ്യമില്ലേ? ഉണ്ട്. സസ്യങ്ങൾക്കും ഊർജം ആവശ്യമാണ്. ജീവനുള്ളവയ്ക്കെല്ലാം തന്നെ ഊർജം ആവശ്യമാണ്. ഇനി അന്തരീക്ഷ വാതക ഉപയോഗത്തിൽ സസ്യങ്ങളും ജന്തുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ഉത്തരം പറയേണ്ടത്? സസ്യങ്ങൾ ശ്വസിക്കാൻ ഓക്സിജനും പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിക്കുന്നു. ജന്തുക്കൾ ശ്വസന സമയം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ പകൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു.
സസ്യങ്ങൾ ശ്വസിക്കാനായിട്ട് ഓക്സിജൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജനെ പുറത്തു വിടുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വാതകങ്ങൾ എങ്ങനെയാണ് സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്? ഇലകളിലൂടെയാണ്, നമ്മൾ കണ്ടതാണ്. ഇനി നമ്മളും അതുപോലെ വലിയ ജീവികളൊക്കെ ശ്വസിക്കുന്നത് നാസാരന്ധ്രങ്ങൾ അല്ലെങ്കിൽ മൂക്ക് കൊണ്ടാണല്ലേ. അപ്പോൾ അതുപോലെ ഇലകളിലും സുഷിരങ്ങൾ അഥവാ ഹോൾസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ വാതകങ്ങൾ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നേരിട്ട് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കണം. അപ്പോൾ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഈ ഇലകളുടെ ചെറിയൊരു പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ ചെറിയ ഹോൾസ് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം ഈ ഹോൾസിനെ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റൊമാറ്റ എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി. 2 ബീൻസ് അല്ലെങ്കിൽ 2 കാഷ്യൂ നട്ട് എടുത്തൊന്ന് ചേർത്ത് വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ സ്റ്റൊമാറ്റ എന്ന ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടിയാണ് സസ്യങ്ങൾ വാതകങ്ങളെ ഉള്ളിലേക്ക് എടുക്കുകയും അതുപോലെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നിങ്ങളിൽ കുറേ പേര്, എന്തായാലും ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടാകും ഈ മൈക്രോസ്കോപ്പ്. എവിടെയാണ് കണ്ടിട്ടുള്ളതെന്നൊന്ന് ഓർത്ത് നോക്കിയേ. ചിലപ്പോൾ സ്കൂളിലെ ലാബിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റിനൊക്കെ പോയിട്ടുണ്ടാവുക. നിങ്ങൾ മുതിർന്നവരുടെ കൂടെയോ എപ്പോഴെങ്കിലുമൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്തത്ര ചെറുതായ കാര്യങ്ങളെ വലുതായി കാണിക്കാനാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം നമ്മളോട് ചോദിക്കും, എന്താണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്? എന്താണ്? ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജനെ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിൽ കൂടിയാണ്. ഈ ഒരു ചിത്രം നോക്കൂ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഡേ ആൻഡ് നൈറ്റ്, പകലും രാത്രിയും. 2 ചിത്രങ്ങളിലായിട്ട് പകലും രാത്രിയും കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ പിക്ചറിൽ ഡേ അല്ലെങ്കിൽ പകൽ സമയമാണ് കാണിച്ചിട്ടുള്ളത്. പകല് എന്താണ് അവിടെ നടക്കുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്? ശ്വസനവും പ്രകാശ സംശ്ലേഷണവും രണ്ടും നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതായത് മറ്റെല്ലാ ജീവികളെയും പോലെ തന്നെ ശ്വസിക്കാനായിട്ട് സസ്യങ്ങൾ ഓക്സിജൻ വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടോ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുകയും ചെയ്യുന്നു. അതേസമയം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് പ്രകാശ സംശ്ലേഷണം നടത്തി ഓക്സിജനെ പുറത്തുവിടുന്നു. ഈ 2 പ്രവർത്തനങ്ങളും പകൽ സമയം നടക്കുന്നുണ്ട്. എന്നാൽ രാത്രിയാവുമ്പോഴെന്താ സംഭവിക്കുക? ശ്വസനം നടന്നുകൊണ്ടേയിരിക്കും അല്ലേ. ശ്വസനം നടന്നുകൊണ്ടേയിരിക്കും. അതെല്ലാ ജീവികൾക്കും അങ്ങനെ തന്നെയല്ലേ. ശ്വസനം നടക്കുന്നുണ്ടായിരിക്കും, പക്ഷേ പ്രകാശ സംശ്ലേഷണം നടക്കുമോ? ഇല്ല. കാരണം എന്താണ്? സൂര്യപ്രകാശമില്ല. അപ്പം നമ്മളോട് ചോദിക്കാം അല്ലേ, എന്തുകൊണ്ടാണ് രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് എന്ന്? എന്താ കാരണം? പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ സൂര്യപ്രകാശം കൂടിയേ തീരൂ. അതുകൊണ്ടാണ് രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കാത്തത്. ആതിഥേയനും അതിഥികളും എന്നുള്ളതാണ് അടുത്ത ഭാഗം. ആരാണ് അതിഥികൾ? നമുക്കറിയാലേ, നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. വിരുന്ന് വരുന്നവരാണ് നമ്മുടെ അതിഥികൾ. അങ്ങനെയാണെങ്കിൽ ആരാണ് ആതിഥേയൻ? നമ്മളാണ്. വീട്ടിലുള്ളവരാണ് ആതിഥേയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സസ്യങ്ങളുടെ കാര്യത്തിൽ ആരാണ് ആതിഥേയൻ? ആരൊക്കെയാണ് അതിഥികൾ? ഇതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ചിത്രം നോക്കി. ഒരു മാവിനെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. മാവ് മാത്രമാണോ ചിത്രത്തിലുള്ളത്? അല്ല, വേറെ 2 തരത്തിലുള്ള സസ്യങ്ങൾ അതിൻ്റെ കൊമ്പിൽ വളർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ? ഇതിൽ മാവ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ. മാവ് എന്താ പറയുന്നത്? ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു എന്നാണ് മാവ് പറയുന്നത്. അപ്പോൾ മാവ് എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി അടുത്ത ആളാണ് മരവാഴ. മരവാഴ എന്താ പറയുന്നത്? ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. ഓക്കെ, അപ്പം മരവാഴ എവിടെ ഇരിക്കുന്നത്? മാവിൻ്റെ കൊമ്പിലാണ് ഇരിക്കുന്നത്. പക്ഷേ ആൾ മാവിനെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്ത ആളാരാണ്? ഇത്തിൽക്കണ്ണി. എന്താ പറയുന്നത്? ഞാൻ ഇത്തിൽക്കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്, എന്നാൽ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇത്തിൽക്കണ്ണി എന്താ ചെയ്യുന്നത്? ആഹാരമൊക്കെ ആൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എവിടുന്ന് എടുക്കുന്നത്? മാവിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ആൾക്ക് ആഹാരത്തിന് വേണ്ട ഘടകങ്ങൾ കണ്ടെത്താനുള്ള മെനക്കെടാനൊന്നും വയ്യ. സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കും, പക്ഷേ സാധനങ്ങളൊക്കെ ആര് കൊടുക്കണം? നമ്മുടെ മാവ് കൊടുക്കണം. ഇനി അടുത്ത ആളാരാണ്?
മൂടില്ലാത്താളി തൊട്ട് താഴെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. മൂടില്ലാത്താളി എന്നൊരു സസ്യം അവിടെ വളർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. എന്താ പറയുന്നത്? ഞാൻ മൂടില്ലാത്താളി, ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷകഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്നും വലിച്ചെടുക്കുന്നു. അപ്പം എന്താണ് മൂടില്ലാത്താളി പറയുന്നത്? ആൾ തീരെ മെനക്കെടാത്ത ഒരാളാണ്, മഹാമടിയനാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഒന്നും ചെയ്യില്ല, ആഹാരവും പോഷകഘടകങ്ങളൊക്കെ ഏത് സസ്യത്തിലാണോ അത് വളരുന്നത് അതിൽ നിന്ന് വലിച്ചെടുത്തോളും. ഇവിടെ മാവിൻ്റെയും മരവാഴയുടെയും ഇത്തിൽക്കണ്ണിയുടെയും മൂടില്ലാത്താളിയുടെയും ഒക്കെ സംഭാഷണം നമ്മൾ കേട്ടു അല്ലേ. ഇതിൽ ആരൊക്കെയാണ് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നത് ആരൊക്കെയാണ്? മാവും മരവാഴയും. ഓക്കെ, അതുപോലെ ഈ മാവിന് എവിടെ നിന്നാണ് ജലം കിട്ടുന്നത്? മണ്ണിൽ നിന്ന്. ഇനി ഇവിടെ ഈ മരവാഴനൊന്ന് നോക്കിയേ, ഇതിൽ 2 തരം വേരുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ. എന്താണ് ആ വേരുകളുടെ ധർമ്മം? ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകളാണെങ്കിലോ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് എപ്പിഫൈറ്റുകൾ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ് ഈയൊരു പാരഗ്രാഫ്. ഈയൊരു ഭാഗത്ത് നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? 1. മരവാഴ മാവിനെ ആശ്രയിക്കുന്നത് എന്തിനാണ്? മരവാഴയ്ക്ക് ഇരിക്കാൻ ഒരിടത്തിനായാണ് മാവിനെ ആശ്രയിക്കുന്നത്. അടുത്തത്, എപ്പിഫൈറ്റുകൾ എന്നാൽ എന്ത്? വാസസ്ഥലത്തിനായി ആതിഥേയ സസ്യത്തെ ആശ്രയിക്കുന്ന ഓർക്കിഡ് വിഭാഗം സസ്യങ്ങൾ എപ്പിഫൈറ്റുകളാണ്. അടുത്തത്, മരവാഴ മാവിന് ദോഷം ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ട്? മരവാഴ മാവിന് ദോഷം ചെയ്യുന്നില്ല, അവയ്ക്ക് ഇരിക്കാൻ ഒരിടമാണ് ആതിഥേയനായ മാവ്. അടുത്ത വിഭാഗമാണ് ഇത്തിൽക്കണ്ണികൾ. ഇത്തിൽക്കണ്ണികൾക്ക് സ്വയം ആഹാരമുണ്ടാക്കാനൊക്കെ സാധിക്കും. എന്നാൽ അതിനാവശ്യമായ വെള്ളവും ലവണങ്ങളും അത് വളരുന്ന മരത്തിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിൽക്കണ്ണികൾ അത് വളരുന്ന മരത്തിന് ഏറെ ദോഷകരവുമാണ്. ഇവയെ അർദ്ധപരാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ടല്ലോ, വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ഇത്തിൽക്കണ്ണിയുടെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? എവിടേക്കാണ്? മാവിൻ്റെ തടിക്കുള്ളിലേക്ക്. ഇനി ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് പ്രയോജനം? ഇത്തിൽക്കണ്ണിയുടെ വേരുകൾ ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. ഇത്തിൽക്കണ്ണി എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? അർദ്ധപരാദം. അടുത്ത വിഭാഗത്തിലുള്ള ചെടിയാണ് മൂടില്ലാത്താളി. ഇവയിൽ ഇലകളില്ല, അതുകൊണ്ട് തന്നെ ഹരിതകവും ഉണ്ടാകില്ല. അപ്പോൾ ഇവയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാനും കഴിയില്ല. ഏത് മരത്തിലാണോ അത് വളരുന്നത് ആ മരത്തിൽ നിന്നും ഭക്ഷണം നേരിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവയെ പൂർണ്ണപരാദങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി മൂടില്ലാത്താളിയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ നിറം. പച്ചനിറമല്ലാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഹരിതകം എന്ന വർണ്ണകം ഇല്ലാത്തതുകൊണ്ട്. ഇനി മൂടില്ലാത്താളിക്ക് ഇലകൾ കാണുന്നുണ്ടോ? ഇലകൾ ഇല്ല. മൂടില്ലാത്താളിക്ക് ആഹാരം നിർമ്മിക്കുവാൻ കഴിയുമോ? എന്തുകൊണ്ട്? മൂടില്ലാത്താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല, കാരണം അവയ്ക്ക് ഇലകൾ ഇല്ല. മൂടില്ലാത്താളിയുടെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ആതിഥേയ സസ്യത്തിൻ്റെ കാണ്ഡത്തിനുള്ളിലേക്കാണ് മൂടില്ലാത്താളിയുടെ വേരുകൾ വളർന്നിരിക്കുന്നത്. മൂടില്ലാത്താളിയുടെ വേരുകൾ ആതിഥേയ സസ്യത്തിൽ വളർന്നിറങ്ങിയിരിക്കുന്നത് എന്തിനാണ്? ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ അല്ലെങ്കിൽ ആഹാരം വലിച്ചെടുക്കാനാണ് വേരുകൾ കാണ്ഡത്തിൽ വളർന്നിറങ്ങിയിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം, ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകം സ്വീകരിക്കുന്ന സസ്യം ഏത് വിഭാഗത്തിൽ പെടുന്നു? പൂർണ്ണപരാദം എന്ന വിഭാഗത്തിൽ പെടുന്നു. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നതെന്നൊന്ന് നോക്കിയേ. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വിലയിരുത്താം എന്നൊരു ഭാഗം കണ്ടോ? അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? ചുവപ്പ് നിറത്തോട് കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? എങ്ങനെ ഉത്തരം പറയാം? യോജിക്കുന്നില്ല അല്ലേ? ചീര നമ്മൾ കണ്ടതാണ്, ചുവന്ന നിറമാണ്, അത് സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്ന സസ്യമാണ്. ചുവപ്പ് നിറമുള്ള ഇലകളിൽ ഹരിതകമുള്ളതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കും. ഇനി അടുത്ത ഈ ഒരു ചോദ്യം നോക്കി. ഇവിടെ ഒരു ആഹാര ശൃംഖലാജാലം തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഈ ആഹാര ശൃംഖലയിലെ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? തവളകൾ ഇല്ലാതായാൽ പുൽച്ചാടിയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച് സസ്യനാശം കൂടുതലാകും.
തവളകൾ ഇല്ലാതായാൽ കൊതുക് വർദ്ധിക്കാനിടയായി കൊതുക് പരത്തുന്ന രോഗങ്ങൾ വ്യാപിക്കുന്നു. തവളകൾ ഇല്ലാതാകുമ്പോൾ പാമ്പിന് ആഹാരം ലഭിക്കാതെ വരുന്നു. തുടർ പ്രവർത്തനങ്ങളിൽ വരുന്ന ആദ്യത്തെ ചോദ്യമാണ്, ഒരു ചെടിയുടെ ഇല സുതാര്യമായ പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. അടുത്ത ദിവസം നിരീക്ഷിക്കൂ. പോളിത്തീൻ കവറിൽ എന്താണ് കാണുന്നത്? എന്തായിരിക്കും കാരണം? എന്താണ് കാണുന്നത്? പോളിത്തീൻ കവറിനുള്ളിൽ ജലകണങ്ങളെ കാണാൻ കഴിയും. സസ്യങ്ങളുടെ ഇലയിലെ ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴി അധികമുള്ള ജലം പുറം തള്ളിയതാണിത്. ഇതിനെ സസ്യസ്വേദനം എന്നാണ് പറയുന്നത്. ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയത്തിലെ ഘട്ടങ്ങൾ പൂർത്തിയാക്കുക. ഈ ഒരു ആക്ടിവിറ്റി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മളിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്തരീക്ഷവായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നു. കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. അതേസമയം ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസനം നടക്കുന്നു. അതേസമയത്ത് കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു. എന്നാൽ രാത്രി സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, ശ്വസനം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക്